എല്ലാ പ്രേക്ഷകർക്കും ദ അഡ്വഞ്ചറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഭയങ്കര രസമായിട്ടുള്ളൊരു ലൊക്കേഷനിലാണ്. അടിപൊളി. അപ്പൊ ഇന്ന് എല്ലാരും റെഡി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്സിലേക്ക് ഒരു എക്സ്പീരിയൻസ്? ഒന്നും പറയാനില്ല, കൊണ്ടും കൊടുത്തും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇഞ്ചുറിയുടെ പുറത്ത് ഇഞ്ചുറി വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോ ഇഞ്ചുറിയിലും വാശി കൂടി വരികയാണ്. അടിപൊളി. ക്യാപ്റ്റൻ ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം നല്ല ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിലൊരു ഭയങ്കര ഒരു മ്ലാനത കിടപ്പുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ഗെയിമിനെ പറ്റി ഒന്ന് പറയാം അല്ലേ? ഗെയിമിന് അതെ, ഇന്നത്തെ ഗെയിം എന്താണെന്നുള്ളത് നിങ്ങൾ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു റോപ്പ് വേണം, മുകളിൽ പിടിച്ച് നടക്കാനും താഴെ കാലുകൾ വെക്കാനും. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കുറെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഫ്ലാഗ് കിട്ടും. ഒരു റെഡ് ഫ്ലാഗ് ആണ്. ആ ഫ്ലാഗ് എടുത്തിട്ട് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരികെ എത്തുക. എത്ര വേണേ ടൈം എടുക്കാം, പക്ഷെ ബാക്കിയുള്ളവർ സ്പീഡിൽ പോകുമെന്ന് മനസ്സ് വിചാരിക്കുക. എത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ലീസ്റ്റ് ടൈമിൽ തിരിച്ചിവിടെ എത്തണം. അങ്ങനെയാണ് വിൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതെ. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇടത് കാലാണ് ആദ്യം എടുത്ത് വെക്കുന്നെങ്കിൽ അടുത്ത കാല് വലത് കാലം എടുത്ത് വെച്ച് തന്നെ പോകണം. അല്ലാതെ സൈഡിലോട്ട് ഇങ്ങനെ പോകുന്ന ആ പരിപാടിയില്ല. വേറൊരു കാര്യം, നിങ്ങളുടെ കാല് കുറച്ച് കഴിയുമ്പം ചവിട്ടുന്ന കാല് വെള്ളത്തിൽ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിൽ വീണു എന്നല്ല അർത്ഥം. ഫുൾ ബോഡി വീണ് കഴിഞ്ഞാൽ മാത്രമല്ലേ, ഫുൾ ബോഡി അങ്ങനെയാണ്. അല്ല, അതിനിടയില് പിന്നെ ഈ പൂർണ്ണമായും വെള്ളത്തിൽ വീഴാതെ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ താഴെ ഇറങ്ങിയിട്ട് കയറി പിടിച്ച് നടന്നു പോകരുത്. ശരീരം ആ രണ്ട് റോപ്പിന്റെ ഇടയിൽ തന്നെ കാണണം. പ്രത്യേകിച്ച് ചില ആളുകളെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞാണ്, അങ്ങനെയൊക്കെ ഇവർ ഇന്റർപ്രറ്റ് ചെയ്ത് എടുത്തുകളയും. അത് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പിടിച്ച് നടക്കും. ഒരു കാര്യം കൂടെ ഉണ്ട്, എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാരും പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. എനിക്ക് തന്നെ തോന്നുന്നു വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ തോന്നും വളരെ ഈസി ഗെയിമാണ്. കുളിക്കാനുള്ളവർക്കൊക്കെ കുളിക്കാം, അതിനൊരു അവസരമാണ്. വാ. താങ്ക് യു. അഡ്വഞ്ചർ റോപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യ കണ്ടസ്റ്റന്റ് ഫവാസ്. ഫ്ലാഗ് ഉണ്ടല്ലോ, ഫ്ലാഗ് എടുക്കണം. ഫ്ലാഗ് ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് എടുക്കാം. വെള്ളത്തിൽ പോകാതെ എങ്ങനെ വേണേ നിങ്ങൾ എടുത്തോ. കാലോ കയ്യോ വായോ നാക്കോ മൂക്കോ എന്തുകൊണ്ട് വേണേ എടുത്തോ. എടുക്കണമെന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് ചെയ്യാം. അത് കയറി തൂങ്ങി ചെന്ന് കടിച്ചെടുത്തോണ്ട് വരണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട്. നിങ്ങള് അതെ പതുക്കെ നാളെ ഫവാസ് എണീക്കണം, എണീക്കണം. അങ്ങനെ ഇരുന്നു പോകരുത്. ഇരുന്ന് പോലെ ഗെയിം ഓൺ ടൈം. ഇത് ടൈം വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഗംഭീര തിരിച്ചുവരവാണ്, ഗംഭീര തിരിച്ചുവരവ്. ഫവാസ് നോട്ട് ബാഡ്, യു ആർ ഡൂയിങ് ഗുഡ്. ഫവാസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നേരം മുന്നോട്ട് പോകുന്ന കളിയാണ്. മുന്നോട്ട് പോകും ഫവാസ്. അദ്ദേഹത്തിന് ഇങ്ങനെ പോകാവുന്ന നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. വെള്ളത്തിൽ വീഴ്. ഫവാസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഫവാസ് അങ്ങനെ വെക്കൂടെ? ഫവാസ് അങ്ങനെ വെക്കൂടെ? അങ്ങനെ തന്നെ തിരിച്ചു പോയി കയറി തൂങ്ങി. നല്ലൊരു കൈഡ് കൊടുക്കണം എല്ലാരും. അടുത്ത കണ്ടസ്റ്റന്റ് ഷഫീഖ് റെഡി ആയിരിക്കുകയാണ്. ഷഫീഖ്, കളിയുടെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ. റെഡി, സ്റ്റാർട്ട്. വെരി നൈസ്, വെരി നൈസ്. നിങ്ങളുടെ ശബ്ദം ഇവിടെ കേൾക്കുന്നില്ല. ഓൾമോസ്റ്റ് പകുതി വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം പോരാ. നിങ്ങൾക്ക് പല ഐഡിയാസും പ്രയോഗിക്കാം. ഇല്ല
നോട്ട് ബാഡ് ഷഫീഖ് പോട്ടെ. ഷഫീഖ് അത് തന്നെ പോട്ടെ. നേരെ പോട്ടെ. ഒരു സ്റ്റെപ്പ്, വൺ മോർ സ്റ്റെപ്പ്. ഷഫീഖിന് ഒരുപാട് ഐഡിയാസ് പ്രയോഗിക്കാം. ഷഫീഖിന് ചാൻസ് ഉണ്ട് ഇനിയും. ഇല്ല പിടിവിടരുത്, മുകളിലത്തെ റോപ്പിൽ പിടിവിടരുത്. കുഴപ്പമില്ല, നല്ല ഗെയിമായിരുന്നു. ഫൗളായിരുന്നെങ്കിൽ നല്ല ഗെയിമായിരുന്നു, കുഴപ്പമില്ല. അടുത്ത കണ്ടസ്റ്റന്റ് റോഷനാണ്. റോഷൻ ഗിയറപ്പ് ചെയ്ത് അവിടെ റെഡിയായി നിൽപ്പുണ്ട്. കോച്ച് റോഷൻ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ചെയ്ത രീതിയിൽ അത് ഫിനിഷ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ട താങ്കളാണ്. കാരണം ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള കംപ്ലീറ്റ് അധികാരം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഗെയിം ഫിനിഷ് ചെയ്യാൻ നോക്കുക. റെഡി അല്ലേ? സ്റ്റാർട്ട്. ശക്തി മാത്രമല്ല, ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക. കൊള്ളാം റോഷ, ഈസിയായി. ഒരു സൈഡിലേക്ക് കയ്യിൽ ബലം കൊടുത്തിട്ട് പോകാതെ ബോഡി വെയിറ്റ് നേരെ റോപ്പിന്റെ നടുക്കാക്കൂ. മുന്നോട്ട് തന്നെ നേരെ കറക്റ്റ് റോപ്പിന്റെ നടുക്കൂടെ തന്നെ മുന്നേറ്റമാണ് നടത്തുന്നത്. റോഷൻ, പ്രോത്സാഹനത്തിന്റെ ആവശ്യത്തിനാണ് താങ്കളുടെ കോൺസെൻട്രേഷൻ പോയാലോ. താങ്കൾ നേരെ റോപ്പിന്റെ നടുക്കോട്ട് നോക്കൂ റോഷൻ. റോഷൻ, 3 more steps. താങ്കൾക്ക് ഫ്ലാഗ് എടുക്കാം. എടുത്തോളൂ റോഷൻ. അടിപൊളി. വെരി ഗുഡ് റോഷൻ. വെരി ഗുഡ്. ഹാഫ് ദ ജോബ് ഇസ് ഡൺ. റോഷൻ, ബോഡി വെയിറ്റ് കറക്റ്റ് റോപ്പിന്റെ നടുക്കാക്കാൻ മാത്രം നോക്ക്. റോപ്പിന്റെ നടുക്കോട്ട് മാത്രം നോക്ക് റോഷൻ. Roshan couldn't finish the job. അടുത്ത കണ്ടസ്റ്റന്റ് സ്നേഹ റെഡി ആയിരിക്കുകയാണ്. സ്നേഹ ഓക്കെ അല്ലേ? ഏത് വിധേനയും കൊടി ഇവിടെ എത്തിക്കുക. സ്നേഹ, സ്റ്റാർട്ട് അല്ലേ? സ്റ്റാർട്ട്. Sneh, good going. Good job. Keep going. സ്നേഹ Very വളരെ good, very good. മനോഹരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇതുവരെ സ്നേഹ പോയിരിക്കുന്നത് അല്ലേ? അത് തന്നെ, ബാലൻസ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്പീഡിൽ നടക്കും. നൈസ് ജോബ്, നൈസ് അത് തന്നെ. Slow. ഒരു 3-4 സ്റ്റെപ്സിലേക്ക് കൊടിയെടുക്കാം. 3-4 സ്റ്റെപ്സ്. ഞാൻ സമയമെടുത്ത് നിന്റെ സമയമെടുത്ത് ഫ്ലാഗ് എടുത്താ മതി. Yes. Yes, Sneh. Yes. Yes, Very good. Lift it up. മെല്ലെ പതിയെ വന്നോളൂ. ബാലൻസ് കിട്ടി, സ്പീഡിൽ നടക്കൂ. ഉള്ള ബാലൻസ് കിട്ടുമ്പോ സ്പീഡിലാക്കണം. No. Hold on. Very good. എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കുക. ഇപ്പോഴും കാലെടുത്ത് വെക്കൂ സ്നേഹ. യെസ്, കടിച്ചു പിടിക്കും. കാലെടുത്ത് മുകളിലോട്ട് കാലെടുത്ത് കയറ്റി വെക്കൂ. Very good. കാലെടുത്ത് കയറ്റി വെക്കൂ.
Yes. 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 ആ. Yes. ആടി Go. ആ റിതം ഉണ്ടാക്കുക. വലത് കാൽ ഇടത് കാലിന്റെ മുമ്പിൽ, അത്രേ ഉള്ളൂ. Yeah, that's it. ഇനി ഒന്നുകൂടെ വലത് കാൽ ഇടത് കാലിന്റെ മുമ്പിൽ. ഇനി ചാടിക്കോളൂ. That's it. പ്രേക്ഷകരെ, ഒരു ചെറിയ മാറ്റമുണ്ട് പ്രോഗ്രാമിന്റെ ഡിസൈനിൽ. കാര്യം നമ്മൾ 5 പേരും മത്സരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മുടെ ഈ പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കാരണം അത് ബെസ്റ്റ് ഓഫ് 3 ആക്കിയിരിക്കുകയാണ്. അപ്പോ പിന്നെ അടുത്തതായി ഇപ്പുറത്തെ ടീമിൽ നിന്നും അവരുടെ ടീം ക്യാപ്റ്റൻ മസ്താനിയാണ് മത്സരിക്കാൻ വന്നിരിക്കുന്നത്. കോച്ച് മസ്താനി, റൂൾസ് എല്ലാം അറിയാമല്ലോ, റെഡിയല്ലേ? സ്റ്റാർട്ട്. Good going, Mastani. Good going. ഇപ്പോഴും പോയിട്ടില്ല. Yes, beautiful, Mastani. Well done. നേരെ വെക്കൂ. നേരെ പ്ലാന്റ് ചെയ്തതിന് ശേഷം പ്രഷർ കൊടുത്തു. ആ സെയിം റിതം മെയിൻറ്റെയിൻ ചെയ്യൂ. അതന്നെ, റോപ്പ് ഷോൾഡറിന് മോളി വരട്ടെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് വന്നിരിക്കുകയാണ്. ഓഷോ റെഡിയാണല്ലോ? അവരുടെ ഏറ്റവും ശക്തനായ അവരുടെ പോരാളിയാണ്, ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഓഷോ എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കി, ഇനി ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. റെഡിയല്ലേ? ടൈം സ്റ്റാർട്ട്. അങ്ങനെ ഒരു താളം ഉണ്ടാക്കും. പക്ഷെ മനസ്സിലുള്ള പേടി മാറ്റി വെച്ചിട്ട് ലോങ് സ്റ്റെപ്സ് എടുക്കും. Yes, Osho, come on. Good job. Osho, ഒരു 3-4 സ്റ്റെപ്പ്. 3-4 സ്റ്റെപ്പ്. ആ മുകളിലേക്ക് താഴേക്കുള്ള റിതം മെയിൻറ്റെയിൻ ചെയ്താൽ ഈസിയാണ്. അത്രേ ഉള്ളൂ. റൈറ്റ് ലെഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെഫ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റൈറ്റ്. എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഇത്രയും ചെയ്തതിൽ റോപ്പായിരുന്നു. അത് പാസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എൻ്റെ ഒരു ടീംമേറ്റ് ഇത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു, സ്നേഹ എന്ന് പറഞ്ഞിട്ട്. സ്നേഹയ്ക്ക് വെയിറ്റ് നല്ല കുറവായതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു. അപ്പോൾ ഒരു ബൗൺസിങ് മൂവ്മെൻറ്റ് മതി എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനത് ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും നടക്കുന്നില്ല. കാരണം എനിക്ക് വെയിറ്റ് ഉണ്ട്, ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരെ പോവോ തിരിച്ചു വരാമെന്നാണ്. അതിൻ്റെ അകത്ത് മൈൻഡ് മൊത്തം ക്ലിയർ ആയിരിക്കണം. Steps. കഴിഞ്ഞു. Very few steps. Come on. Good job. എത്തിടാ. Come on. Yeah!
ഹായ്, ഞാനിപ്പോൾ ഇരിക്കുന്ന നിസാന്റെ പുതിയ മാഗ്നൈറ്റ് കൂറോ ബ്ലാക്ക് എഡിഷനിലാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അകത്തുനിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാറാണ്. ഇതിന്റെ ബ്ലാക്ക് അലോയികളാണെങ്കിലും ബ്ലാക്ക് ഗ്രില്ലാണെങ്കിലും ഇതിന്റെ റൂഫ് റെയിലുകളാണെങ്കിലും സ്കിഡ് പ്ലേറ്റ്സ് ആണെങ്കിലും ഒരു ബ്ലാക്ക് ഹെഡ് ലാമ്പുകളാണെങ്കിലും എല്ലാത്തിനും ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ അട്രാക്റ്റീവ്നെസ് വളരെയധികം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ, 336 ലിറ്റർ ബൂട്ട് സ്പേസ്, 205 സെന്റിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇവയെല്ലാമുള്ള ഈ നിസാൻ മാഗ്നൈറ്റ് കൂറോ NCAP-യിൽ 4 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് ആണ് ലഭിച്ചത്. ഈ കാറാണ് നമ്മൾ അഡ്വഞ്ചർ ഷോയുടെ വിന്നർക്ക് കൊടുക്കാൻ പോകുന്ന ഈ നിസാൻ മാഗ്നൈറ്റ് കൂറോ. സോ വെയിറ്റ് ആൻഡ് വാച്ച് ഹൂ ഈസ് ഗോണ ഗെറ്റ് ഇറ്റ്. ദ വിന്നർ ഓഫ് ദ അഡ്വഞ്ചർ ഈസ് ഗോണ ഗെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ കാർ. നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഗെയിംസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു ഫൺ എലമെന്റും കൂടെ മിക്സ് ചെയ്യാം, അല്ലേ കോച്ച് എന്ത് പറയുന്നു? ശരിയാണ്, ഇടയ്ക്ക് കുറച്ച് ഫൺ നല്ലതാണ്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. ഈ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമായ ഒരു ഗെയിമാണ്. ഇത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യം, ഒരുപക്ഷെ മലയാളികൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു സാധനമാണ്. വേറെ ചില ഉത്സവ സീസണിലൊക്കെ ഇങ്ങനത്തെ ഇതുമായിട്ട് സാമ്യമുള്ളതൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഈ ഒരു സാധനം കോച്ച് പ്രത്യേകം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് സംഭവം ഒരു വെള്ളത്തിന് നടുവിൽ ഒരു ബാർ കാണും. നിങ്ങൾ അതിൽ കയറി ഇരിക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിമോട്ട് സാമ്യം തോന്നിയോ? കൈകൊണ്ടല്ല ഫൈറ്റ് ചെയ്ത്, കൈകൊണ്ടല്ല. നമ്മൾ ഇതിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഇപ്പൊ ഇനി വരാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ഒപ്പോണ്ട് തലക്കടിക്കും. തലക്ക് തന്നെ അടിക്കണോ? ഇഷ്ടമുള്ളത് അടിച്ചോ. തലയായിരിക്കണം നമ്മുടെ ഉന്നം. കാരണം ഈ ആള് ഈ ബാറിന് മുകളിൽ നിന്ന് വെള്ളത്തിൽ വീഴും. ഇനി പില്ലോ ഫൈറ്റ് ആണെന്ന് തോന്നും, പക്ഷെ സാധനം അതല്ല. അതിന്റെ ഒരു മകഭേദം രണ്ടുപേരുടെ കയ്യിലുണ്ട്. ആ, രണ്ടുപേരുടെ കയ്യിലും ഫ്രഷ്. അടി കൊണ്ട് നമ്മൾ താഴേക്ക് വീഴുകയാണെന്ന് വെച്ചു, തല കീഴായി തൂങ്ങിക്കിടന്നാലും വലിഞ്ഞു കയറാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗെയിമിലൊക്കെ താഴെ വീണാൽ അത് ഔട്ടാണ്. ഇത് അങ്ങനെയല്ല, അത് വേണേ തൂങ്ങിക്കിടന്ന് പിടിച്ചു കയറാം. പക്ഷെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അയാൾ വീണ്ടും അടിച്ച് തറയിലിടാം. ആ സമയത്ത് മറ്റേ നസീർ പറഞ്ഞ പോലെ വീണ് കിടക്കുന്നതിനെ അടിക്കില്ല എന്ന് അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സാധനം ഉണ്ടെങ്കിൽ നമ്മളെ സാധനം പോയാൽ മൂപ്പരെ തട്ടിപ്പറിച്ച് വാങ്ങിക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ താഴെ വീണാൽ മാത്രമേ കളി തീരത്തുള്ളൂ. അപ്പൊ നിങ്ങള് ടീം മെമ്പേഴ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. എക്സാക്ട്ലി. ഞങ്ങളുടെ സൈഡിൽ നിന്ന് റോഷൻ, തൻസീർ ആൻഡ് ഫവാസ്. ഈ ടീമില് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഓഷോ, ശ്രീകാന്ത്, ക്യാപ്റ്റൻ കാർത്തിക്. ക്യാപ്റ്റൻ അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെ ക്യാപ്റ്റൻ കാർത്തിക്. ഗെയിമില് നീങ്ങിയാലോ? തുടങ്ങാം. റെഡി? പ്രേക്ഷകരോട് വേറൊരു കാര്യം, മനസ്സിൽ ഇത്രയും പകയും വിദ്വേഷവും നടക്കുന്നവർ തമ്മിൽ അടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു അവസരത്തിന് കാത്തിരിക്കും. അതെ. റെഡിയല്ലേ എല്ലാരും? ഒരു എനർജി. So let's go. അഡ്വഞ്ചറിലെ വൺ ഓഫ് ദ സാഹസികം നിറഞ്ഞ ഗെയിം ആരംഭിക്കാൻ പോവാണ്. ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള, ഏറ്റവും വെറൈറ്റി. അപ്പൊ ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത് ഓഷോ ആൻഡ് റോഷൻ. ഓഷോ റെഡി അല്ലേ? സ്റ്റാർട്ട്. പ്രേക്ഷകരെ, അടുത്ത ടീം റെഡി ആയിരിക്കുകയാണ്. തൻസീർ ആൻഡ് ശ്രീകാന്ത്. റെഡി? ശരി, സ്റ്റാർട്ട് കൊടുത്തോ. സ്റ്റാർട്ട്. അടിക്കൂ. അയ്യോ, ഏതൊക്കെ നോവും. പ്രേക്ഷകരെ, അടുത്ത ടീം റെഡി ആയിരിക്കുകയാണ്. അത്യന്തം ക്രൂരവും പൈശാചികമായിട്ടുള്ള ഗെയിമാണ് അരങ്ങേറാൻ പോകുന്നത്. മൃഗീയമായ ആക്രമണം ആരംഭിക്കാൻ പോവുകയാണ്. അനീഷ് ആൻഡ് ക്യാപ്റ്റൻ കാർത്തിക്. തുടങ്ങാം.
Start. അങ്ങനെ wait ചെയ്യുന്നില്ല. Wait ചെയ്യുന്നില്ല. അടി 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 തൊട്ട് കളിക്കുന്നോ തലക്കടി that's the way. കൊടുക്ക് കൊട്രാ. എടാ, ഈ സമയത്താണ് തലക്കടി വീണ്ടും പോയി. എടാ, അടിച്ചിട്രാ. അടിച്ചിട്രാ. അടുത്ത ടീം എടുത്തോടെ. അടുത്ത അടി അടി കേറി തടി ക്ലാസ് ക്ലാസ് ആയിരുന്നു. അനീഷ് ഭയങ്കര കോമഡി ആയി പോയി. ഞാൻ ഇതുപോലൊരു ഫൈറ്റ് ഇതുവരെ കണ്ടില്ല. അടിപൊളി അടിപൊളി കിടിലം. ഭയങ്കര സ്പിരിറ്റഡ് പെർഫോമൻസ് ആയിരുന്നു അനീഷിന്റെ കാർത്തികിന്റെ. രണ്ടുപേര് കിടിലം. അടുത്ത കണ്ടസ്റ്റൻസ് റെഡി ആയിരിക്കുകയാണ്. ഷെഫീഖ് ആൻഡ് മസ്താനി. ഷഫീഖ് ആൻഡ് മസ്താൻ റെഡി അല്ലേ? സ്റ്റാർട്ട് പറയാൻ പോവാണ്. സ്റ്റാർട്ട്. എടുത്തോടെ. അടി, അടി, അടി. അടിച്ചടേ. തലക്കടി. That's it. That's it. കൊടുക്കുന്നതിന് മുമ്പടി അടുത്ത ആളുടെ പോയി. കൈ പിടിക്കണ്ട. അടിച്ചോ. പോയി. മസ്താനി താഴെ പോയി. So let's wind it off. It was an amazing, അല്ലേ? അതെ. കിടിലൻ നല്ല game മാച്ച്. ആയിരുന്നു. Yes. ബൈ. Bye.